എവ്രിബഡി. അപ്പൊ നമ്മുടെ +2 CBSE ബോർഡ് എക്സാം ഒക്കെ അടുക്കാറായി. നെക്സ്റ്റ് മന്ത്, അതായത് February 17th നിങ്ങളുടെ ബോർഡ് എക്സാം തുടങ്ങുന്നത് എന്ന് നമുക്കറിയാമല്ലേ. അപ്പം ചില സ്കൂളിലൊക്കെ എന്താണ് മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകാം, ചില സ്കൂളിൽ മോഡൽ എക്സാം ഇനി തുടങ്ങുന്നതായിരിക്കാം, നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കാം. അപ്പൊ ആ ഒരു സമയത്ത് ഈ ഒരു പീക്ക് പീരീഡ്, അതായത് നമ്മൾ ചൂടോടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അല്ലേ. അപ്പം ആ ചൂടോടുകൂടെ തന്നെ നമുക്ക് ബിസിനസ് സ്റ്റഡീസിൽ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്ന കാര്യം നമുക്ക് നോക്കാം. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ വെയിറ്റേജ് മനസ്സിലാക്കി വെച്ചാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഏത് ചാപ്റ്ററിലാണ് അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് നമുക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്, ഏത് ഏരിയയിൽ ഫോക്കസ് കുറച്ച് കൊടുത്താൽ മതി, സോ ദാറ്റ് നമുക്ക് ടൈം വെറുതെ വേസ്റ്റ് ചെയ്യണ്ട എന്നുള്ളൊരു ഒരു കാരണം വെച്ച് നമുക്ക് എവിടെ നമുക്ക് ഫോക്കസ് കുറച്ച് കൊടുക്കാം, എവിടെ നമുക്ക് ഫോക്കസ് കൂട്ടി കൊടുക്കാം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ചാപ്റ്റർ വൈസ് വെയിറ്റേജ് എങ്ങനെയൊക്കെയാണ് എന്ന കാര്യം മനസ്സിലാക്കാം. അപ്പം ഓരോ ചാപ്റ്ററും ടീച്ചർ ഇവിടെ തന്നിട്ടുണ്ട്. അതാണ് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് ഫസ്റ്റ് ചാപ്റ്റർ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, ബിസിനസ് എൻവയൺമെന്റ്, പ്ലാനിങ്, അങ്ങനെ ലാസ്റ്റ് 12th ചാപ്റ്റർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വരെ ടീച്ചർ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം ഓരോ ഇതിന്റെയും വെയിറ്റേജ് നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റിൽ 6 വെയിറ്റേജ് ആണ്, അതായത് 6 മാർക്സിന്റെ ചോദ്യങ്ങളായിരിക്കും നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റിൽ നിന്ന് വരുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് 7, ബിസിനസ് എൻവയൺമെന്റ് എത്രയാണ്, 4 ആൻഡ് പ്ലാനിങ് 6, ഓർഗനൈസിങ് 8 മാർക്കിനാണ് ഓർഗനൈസിംഗിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പം സ്റ്റാഫിംഗ് 7 മാർക്ക്, ഡയറക്റ്റിംഗ് 8 മാർക്കിനാണ് ഡയറക്റ്റിൽ നിന്ന് ചോദിക്കുന്നത്. കൺട്രോളിംഗ് 4 മാർക്കാണ് കൺട്രോളിംഗിൽ നിന്ന്. ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് 8 മാർക്ക്. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. നമുക്ക് സ്റ്റാർ ഇട്ട് വെക്കാവുന്ന ഒരു ചാപ്റ്റർ ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ഇത് നമുക്ക് സ്റ്റാർ ഇട്ട് വെക്കാം. കാരണം ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് ഉള്ളത്, അതായത് 11 മാർക്സ് ആണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ നിന്ന് ചോദിക്കുന്നത്. അതായത് നമുക്കറിയാം മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ചാപ്റ്റർ ആണ്, ഒരുപാട് ലെങ്ത് ഉള്ള ഒരു ചാപ്റ്റർ ആണ് എന്ന് നമുക്കറിയാം. അപ്പൊ അവിടെ നിന്ന് നമുക്ക് 11 മാർക്സിനാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ നിന്ന് ചോദിക്കുന്നത്. ഉറപ്പായിട്ടും കുറെ കേസ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസ് ഒക്കെ ചോദ്യങ്ങളായിരിക്കും അതിൽ നിന്ന് വരുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് ചാപ്റ്റർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ 4 മാർക്ക്. അപ്പം ഇതിൽ നമുക്ക് പ്രധാനമായിട്ട്, അതായത് നിർബന്ധമായിട്ട് നമ്മൾ ജസ്റ്റ് പാസ്സെങ്കിലും ആവണം എന്ന് വിചാരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് കാണും. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ്, പഠിക്കാതെ നമുക്ക് എന്തായാലും പാസ്സാവാൻ പറ്റത്തില്ല. അപ്പം അവർക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന ഒരു ഏരിയ എവിടേക്കാന്ന് ചോദിച്ചാൽ, യെസ് അഫ്കോഴ്സ് ആദ്യം തന്നെ ഞാൻ പറയാം, യെസ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. കാരണം ഇതിവിടെ 11 മാർക്കിന്റെ വെയിറ്റേജ് ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഓർഗനൈസിങ്, പിന്നെ സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ സ്റ്റാർ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. കാരണം എല്ലാം നമ്മൾ ആ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിനകത്തുള്ള ഓരോ ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് യെസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറയാവുന്ന കുറച്ച് ചാപ്റ്റേഴ്സ്. ആ വെയിറ്റേജ് ഒക്കെ വെച്ച് നോക്കുമ്പം വെരി ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലോട്ട് പോയാൽ അതായത് നിർബന്ധമായിട്ട് ഇത് വെരി ഇമ്പോർട്ടൻറ്റ്, ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്നുള്ള രീതിയിൽ നോക്കിയാൽ, യെസ് മാർക്കറ്റിംഗ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 11 മാർക്സ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ്. അപ്പൊ അവിടെ നിന്ന് ഷോർട്ട് കേസ് ബേസ്ഡ് സ്റ്റഡി ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരിക്കലും നിങ്ങൾ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഡിസിഷനിൽ 3 ടൈപ്സ് ഓഫ് ഡിസിഷൻ ഉണ്ട് അല്ലെ, യെസ്, അതിനകത്ത് ഫിനാൻസിങ്, ഇൻവെസ്റ്റിംഗ് ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ, ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷന്റെ വെയിറ്റേജ് എത്രയായിരുന്നു, 4 മാർക്കായിരുന്നു കൺസ്യൂമർ പ്രൊട്ടക്ഷന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഉറപ്പായിട്ടും റൈറ്റ്സ്,
കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, റിഡ്രസൽ സിസ്റ്റം ആൻഡ് മോണിറ്ററി പോളിസി. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. റിഡ്രസൽ സിസ്റ്റം ആൻഡ് മോണിറ്ററി പോളിസി, അതുപോലെ തന്നെ കൺസ്യൂമർ റൈറ്റ്സും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പിന്നെ മാസ്ലോസ് ഹൈറാർക്കി തിയറി, അത് നിർബന്ധമായിട്ടും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു വെക്കുക. ലീഡർഷിപ്പ് സ്റ്റൈൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതായത് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ഉണ്ട്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നല്ലേ, അത് നിർബന്ധമായിട്ടും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു വെക്കുക. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് സെബിയുടെ ഫങ്ഷൻസ്. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് സെബി എന്ന് പറയുന്നത്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്ന കാര്യം നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ബേസിക്കലി 3 ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ, അതുപോലെ തന്നെ റെഗുലേറ്ററി ഫങ്ഷൻ, ഡെവലപ്മെന്റൽ ഫങ്ഷൻ. ഈ 3 ഫങ്ഷൻസും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. പിന്നെ പ്ലാനിങ്ങിന്റെ പ്രോസസ്സ് പഠിക്കുക. പിന്നെ റിക്രൂട്ട്മെന്റിൽ, അതായത് സ്റ്റാഫിംഗിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് അല്ലേ. സ്റ്റാഫിങ്ങിന്റെ എത്രയാണ്? 7 മാർക്കിനാണ്. 7 മാർക്കിന്റെ വെയിറ്റേജ് ആണ് അവിടെ ഉള്ളത്. അപ്പം അതിൽ നിന്നും ചോദിക്കുന്നത്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന സെലക്ഷൻ ടെസ്റ്റ്, സെലക്ഷൻ പ്രോസസ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് ചോദിക്കുന്നത്. ഇത് ഇത്രയും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ടോപ്പിക്സ് ആണ് ഇത്രയും പറഞ്ഞത്. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇത് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അതായത് കോർഡിനേഷൻ, ലെവൽ ഓഫ് മാനേജ്മെന്റ്, നേച്ചർ, അതായത് ചാപ്റ്റർ 1 കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ചാപ്റ്റർ 1 കാര്യമാണ് ഇവിടെ പറഞ്ഞത്. കോർഡിനേഷൻ, ലെവൽ ഓഫ് മാനേജ്മെന്റ് ആൻഡ് നേച്ചർ, അതായത് മാനേജ്മെന്റ് ആസ് ആർട്ട് ആൻഡ് സയൻസ് എന്നൊക്കെ പറഞ്ഞില്ലേ. ആ ഒരു നേച്ചർ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ടെക്നിക്സ്, അതായത് ഫയോൾസ് പ്രിൻസിപ്പിൾസ് നമ്മൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവാം. FW ടൈലറിന്റെ പ്രിൻസിപ്പിൾസ് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ടൈലറിന്റെ ടെക്നിക്സ് ചില പേര് സ്കിപ്പ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പം അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ ഒരിക്കലും പാടില്ല. ടെക്നിക്സ് ഓഫ് FW ടൈലർ എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ ആ 2 ഫയോളിന്റെയും ടൈലറിന്റെയും പ്രിൻസിപ്പിൾസ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ അത് രണ്ടും കഴിഞ്ഞ് ഇനി ഡയമെൻഷൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയൺമെന്റ്. ബിസിനസ് എൻവയൺമെന്റിന്റെ എത്രയാണ്? 4 മാർക്കായിരുന്നു വെയിറ്റേജ് എന്ന് പറയുന്നത്. അപ്പം ചെറിയൊരു 4 മാർക്കിന്റെ ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ, ആ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് നിർബന്ധമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഡയമെൻഷൻസ് ഇല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയൺമെന്റ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ പ്ലാനിംഗ് പ്രോസസ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിമിറ്റേഷൻസും ടൈപ്സ് ഓഫ് പ്ലാൻസ് അത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ഡെലിഗേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ, ഫങ്ഷൻസ് ആൻഡ് ഡിവിഷൻസ് ഓഫ് സ്ട്രക്ചർ ഇതും പഠിച്ചു വെക്കുക. കൺട്രോളിംഗ് എത്രയായിരുന്നു വെയിറ്റേജ്? 7 ആയിരുന്നു അല്ലെ. കൺട്രോളിംഗ് 4 മാർക്കാണ് കൺട്രോളിംഗിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. അപ്പം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ഏതാ? പ്രോസസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഓഫ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. അത് പഠിച്ചു വെക്കുക. എന്നിട്ടാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അതുപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായിരുന്നു? ഫിനാൻസിങ്, ഇൻവെസ്റ്റിംഗ് ആൻഡ് ഡിവിഡൻഡ് ഡെസിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതേ ഇമ്പോർട്ടൻസ് തന്നെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അതുപോലെ തന്നെ EBIT ആൻഡ് EPS ന്യൂമറിക്കൽ, അതായത് കാൽക്കുലേഷൻസ് കുറച്ച് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു അല്ലേ, അതും പഠിക്കുക. അതുപോലെ തന്നെ ഫാക്ടേഴ്സ് affecting decisions very important ആണ്. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇനി അടുത്തത് എന്താണ്? ടൈപ്സ്, ട്രേഡിംഗ് പ്രൊസീജിയേഴ്സ് ആൻഡ് ഡിഫറൻസസ്, ടൈപ്സ് ഓഫ് പാക്കേജിംഗ്, മാർക്കറ്റിംഗിൽ വരുന്നതാണ് ടൈപ്സ് ഓഫ് പാക്കേജിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, അതുപോലെ തന്നെ ഞാൻ ഇവിടെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിംഗ് മിക്സ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ലാസ്റ്റ് എന്താണ്? കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അത് നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷനിൽ നിന്ന് വരുന്ന ഒരു ടോപ്പിക്കാണ്. സോ ഇത്രയും പഠിച്ചാൽ, ഞാൻ ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് പറഞ്ഞേക്കാം, അതായത് ആദ്യമേ പറയേണ്ട കാര്യമായിരുന്നു, ഇത് മാത്രം പഠിച്ചിട്ട് പോയാൽ മതി എന്നല്ല ടീച്ചർ ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇത്? കൂടുതൽ ഫോക്കസ് ഈ ഒരു പോയിന്റ്സ് ഇല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിന് കൊടുക്കുക എന്നാണ് ടീച്ചർ ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. സോ നമുക്കറിയാം എല്ലാ ചാപ്റ്ററും ഒരേപോലെ ഇമ്പോർട്ടൻസ് അല്ല. ഓരോ ചാപ്റ്ററിനും ഓരോ വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. ആ വെയിറ്റേജ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഫോക്കസ് കൊടുത്ത് വേണം
പഠിക്കാൻ. സോ ദാറ്റ് നിങ്ങൾക്ക് ഒരുപാട് ടൈം നിങ്ങൾക്ക് എന്താണ് സേവ് ചെയ്യാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിൽ നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. വെറുതെ ചോദിക്കാതെ അത്ര ഫോക്കസ് ഒന്നും കൊടുക്കേണ്ടതായിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ഫോക്കസ് കൊടുത്ത് നിങ്ങൾക്ക് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ, അതായത് ചാപ്റ്റർ വൈസ് വെയിറ്റേജും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും ടീച്ചർ പറഞ്ഞു തന്നത്. അപ്പം ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ യെസ്, ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കമൻറ്റിൽ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.